ക്രിക്കറ്റിൽ ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഏറ്റവും വലിയ ആയുധമാണ് സ്വിംഗും റിവേഴ്സ് സ്വിംഗും. എന്നാൽ പന്ത് സ്വിംഗ് ചെയ്യുന്നതിന് പിന്നിലുള്ള തിയറിയും പന്ത് എങ്ങനെ സ്വിംഗ് ചെയ്യാം എന്ന് നോക്കാം. മത്സരം നടക്കുമ്പോൾ ബോളിന്റെ ഒരു സൈഡ് എപ്പോഴും തേച്ച് മിനുക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. സലൈവയാണ് കൂടുതലായി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പന്ത് ചെറുതായി പഴകി കഴിഞ്ഞാലും സ്വിംഗ് നിലനിർത്താനും റിവേഴ്സ് സ്വിംഗ് ലഭിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പന്ത് റിലീസ് ചെയ്യുമ്പോൾ ഷൈനി സൈഡ് വായുവിലൂടെ സ്മൂത്തായി പോവുകയും എന്നാൽ റഫായിട്ടുള്ള ഭാഗത്തുകൂടി എയറിന്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഷൈനി സൈഡിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരിക്കും പന്ത് മൂവ് ചെയ്യുന്നത്. ഇതിനാണ് സ്വിംഗ് എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ പന്തെറിഞ്ഞാൽ മാത്രം സ്വിംഗ് കിട്ടില്ല. പന്ത് പിടിക്കുന്ന രീതിയും റിലീസ് ആംഗിളും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട് സ്വിംഗർ ആണ് എറിയേണ്ടതെങ്കിൽ പന്തിന്റെ സീമും ആംഗിളും ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് സ്ലിപ്പിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. ഇൻ സ്വിംഗർ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റും. പന്ത് സ്വിംഗ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ലോജിക്കാണ് റിവേഴ്സ് സ്വിംഗ് വരുന്നത്. സ്വിംഗ് ഷൈനി സൈഡിന്റെ ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ റിവേഴ്സ് സ്വിംഗ് വരുമ്പോൾ ഷൈനി സൈഡിലേക്കാണ് പന്ത് മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം പന്ത് എത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. എങ്കിലും മത്സരത്തിന്റെ തുടക്കത്തിൽ ലഭിക്കുന്ന ഇനീഷ്യൽ സ്വിംഗ് നേരത്തെ പറഞ്ഞതുപോലെ പന്ത് എങ്ങനെ പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്.